ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട പടം ഇതായിട്ട് പറയുള്ളൂ. ഇത് 200 കോടിയൊക്കെ ബഡ്ജറ്റ് വെച്ചേക്കണം. എന്ത് കണ്ടിട്ടാണ് ബഡ്ജറ്റ് വെച്ചിരിക്കണമെന്ന് അറിഞ്ഞൂടെ. 50 കോടി ഇത് അടിക്കൂല. ഉള്ള ആകെ ഇതിൽ മോഹൻലാൽ പിന്നെയും ഭേദമായിട്ടുണ്ട്. 5 മിനിറ്റേ ഉള്ളൂ, ഭേദമായിട്ടുണ്ട്. പറ്റൂല. ഇത് മലങ്കൾട്ടിനും മേലെ ഇന്ന് അശ്വന്തോക്കിന് ആഘോഷരാവേ എന്നെ പറയാതിരിക്കാൻ വയ്യ. ലാലേട്ടൻ ഇമാതിരി പടങ്ങൾക്ക് തല വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. 15 മിനിറ്റേ ഉള്ളൂ പുള്ളിക്കാരൻ, പക്ഷേ എൻ്റെ അമ്മ സഹിക്കാൻ വയ്യ. 3 മണിക്കൂർ അപരാധമാണ്. അപരാധം. ക്ലൈമാക്സ് ഒരു 15 മിനിറ്റ് വമ്പം കത്തി. ഇത് ഒരാഴ്ചയൊക്കെ ഓടുള്ളൂ ഇവിടെ. എഡിറ്റിംഗ് ശോകം. പ്രഭാസ് പിന്നെയും കുഴപ്പമില്ല. ബാക്കി വിഷ്ണു മഞ്ജുവിന്റെ റോള് പ്രഭാസ് ചെയ്തിട്ട് ആ പ്രഭാസിന്റെ റോള് വിഷ്ണു മഞ്ജുവിന് കൊടുത്താൽ മതിയെന്ന്. കാരണം ശോകമാണ് ബ്രോ. ഒട്ടും ഞാൻ പ്രതീക്ഷ കുറച്ചുപോലും ഇല്ലായിരുന്നു. ശോകം കൊള്ളത്തില്ല. എക്സ്പെക്ട് ചെയ്ത ഒരു ലെവലില്ല. ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഒന്നുമില്ല, കാണാനൊന്നുമില്ല. ലാലേട്ടന്റെ ഒരു 5 മിനിറ്റ് കുഴപ്പമില്ലാണ്ട് സഹിക്കാം. ബാക്കി ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. പ്രഭാസിന്റെ റോളൊക്കെ ആകെ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കുറച്ച് ബെയറബിൾ ആയിട്ടുള്ളത്, അല്ലാണ്ട് നടക്കൂല. ബാക്കി അക്ഷയകുമാറൊക്കെയോ? അയ്യോ ഒന്നും പറയണ്ട. സത്യം ഇല്ല. 160 രൂപ വെറുതെ പോയി. സീരിയൽ എടുത്ത പോലെ ഉണ്ട്. സീരിയൽ ഇതിനെക്കാട്ടിലും ഭേദമാണ്. സീരിയൽ ഇതിനെക്കാട്ടി ഭേദമില്ലേ. പരസ്യമെങ്കിലും ഉണ്ട്. ഇതാണ് മൊത്തമായിട്ട് അപധാരം. 3 മണിക്കൂർ അങ്ങനെ സഹിച്ചിരുന്നു. വെറുതെ വെള്ളം കുടിച്ച് പോക്കം കഴിച്ച് ഇങ്ങനെ ഇരുന്ന് കണ്ട്. ഇതിന് ലിമിറ്റൊക്കെ ഉണ്ട്. യുവന്മാർ പറഞ്ഞു വെച്ചാൽ മനുഷ്യനല്ല വലുത്, ദൈവമാണ് വലുത്, ഭക്തിയാണ് വലുത്, ഭക്തി ഉണ്ടെങ്കിലേ ശക്തിയുള്ളൂ, അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ലാലേട്ടനെ വെറുതെ നല്ല ഊക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നവരുണ്ട്. സീരിയൽ ലെവൽ മേക്കിംഗ് എങ്ങനെയുണ്ടോ? സീരിയൽ ഇതിനെക്കാട്ടി ഭേദമാണ് കേട്ടോ. ഇത് 3 മണിക്കൂർ നമുക്ക് സഹിച്ചിരിക്കാൻ പറ്റുമോ? പോപ്കോൺ ഒക്കെ കഴിച്ചിരുന്ന ഒരിക്കലും. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ ഇരുന്ന് കൊണ അടിച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. AC ഉണ്ട്, പിന്നെ ഇവിടുത്തെ ഓടി വണ്ണില്ല, നല്ല സ്ക്രീനാണ്, സൗണ്ട് സിസ്റ്റം കൊള്ളാം, പിന്നെ സിനിമയില് പ്രീതി മുഖതം കൊള്ളാം, വേറൊന്നും കൊള്ളൂല. ഇത് മറ്റേ കൂട്ടുകാരായിട്ട് വന്ന് കണ്ട് ചിരിക്കാം, ആ രീതിയിലായിപ്പോയി. ഒന്നും പോസിറ്റീവായിട്ട് ഒന്നുമില്ല. നടൻ ഒന്നും പറയാനില്ല, കൊള്ളൂല. നമ്മുടെ മെയിൻ നായകൻ വിഷ്ണു മഞ്ജു എന്ന് പറഞ്ഞാൽ അയാൾ തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മ. കാരണം പുള്ളിയുടെ ഫേസിൽ ഒരു എക്സ്പ്രഷനും വരുന്നില്ല. ഡയലോഗ് ഡെലിവറി ആയിരുന്നാലും അല്ലാണ്ട് അതൊരു മോശമായിട്ടാണ് തോന്നിയത്. മാത്രമല്ല തെലുങ്ക് പടമായതുകൊണ്ട് ഡിവോഷൻ സ്റ്റോറി ആണെങ്കിൽ തന്നെ ആവശ്യമില്ലാത്ത കുറേ ക്രിഞ്ച് റൊമാൻസ് സീന് കുത്തി കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പടം ലെങ്തി ആയിട്ട് ഒരു 3 മണിക്കൂർ പോകുന്നുണ്ട്. ആ സീനൊക്കെ കുറച്ചൊന്ന് ട്രിം ചെയ്ത് എഡിറ്റ് ചെയ്ത് കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി പടം ബെറ്ററായി വന്നേനെ. ഇതിൽ ഏറ്റവും വലിയ മോശം എന്ന് പറയുന്നത് ഡബ്ബിങ് വെറും മോശം എന്ന് വെച്ചാൽ വെറും മോശം. ഇതിനെങ്ങാട്ടി എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ഡബ് ചെയ്യുമായിരുന്നല്ലേ. എന്തോന്നൊരു ഒരു ശബ്ദം ഗാംഭീര്യം. നായകനായിട്ട് വന്ന നായകനൊരു ബിൽഡപ്പ് കൊടുക്കണമെങ്കിൽ ശബ്ദം വേണം. പ്രഭാസിൻ്റെ ഒക്കെ സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഡബ്ബിങ് കേട്ടിട്ടുണ്ടല്ലോ, നല്ല ശബ്ദ ഗാംഭീര്യം തന്നെയല്ലേ. ഇതെന്തരടേ, ഒരു അവിയലും ഇല്ല. ലാലേട്ടൻ കുറച്ച് സമയമുള്ളൂ വന്ന്. പുള്ളിയുടെ ആ ഒരു രീതി ഒന്ന് ചെയ്തിട്ട് പുള്ളി അതങ്ങ് പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ലാലേട്ടൻ നമ്മൾ ഒരുപാട് ഫൈറ്റ് അങ്ങനെ ഒരു ചെറിയൊരു സംഭവമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇത് ശിവപുരാണം എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കളിയാക്കി പറയാനില്ല. ഉപ്പും മൂഞ്ചി, മുളകും മൂഞ്ചി, അരയ്ക്കാൻ മൂഞ്ചി, തേങ്ങയും മൂഞ്ചി, പടം കണ്ട ഞാനും മൂഞ്ചി. അല്ലാതെ ഞാനെന്തൊരു പറയേ.